ജോയിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചു. ജോയിയുടെ അമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരസഭ അദ്ദേഹത്തിൻ്റെ മാതാവിനോടൊപ്പം സംസ്ഥാന സർക്കാർ നിന്നതുപോലെ തിരുവനന്തപുരം നഗരസഭ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നഗരസഭ പരിധിക്ക് പുറത്താണ് ആ അമ്മയും ആ കുടുംബവും താമസിക്കുന്നത് എങ്കിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക അനുമതി സ്വീകരിച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭ കൗൺസിൽ വരുന്ന ദിവസം പ്രിയപ്പെട്ട ജോയ് എന്ന് പറയുന്ന സഹോദരൻ്റെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി തീരുമാനിക്കുകയാണ്. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, ആദ്യം പ്രതിഷേധത്തിലേക്ക് പോവുകയാണെങ്കിൽ അകത്ത് BJP കൗൺസിലർമാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു, പുറത്ത് യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധമുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു അല്ലേ? അതെ, തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് ഉത്തരവാദി തിരുവനന്തപുരം നഗരസഭയാണ്, മേയറാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധം ഇന്ന് രാവിലെ കണ്ടത്. ആമയഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ മരണത്തിന് ഉത്തരവാദി കോർപ്പറേഷൻ മേയർ കൂടിയാണ് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ ആദ്യം BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മേയറുടെ ഓഫീസ് ഉപരോധിച്ചത്. കോർപ്പറേഷനകത്തുള്ള മേയറുടെ ഓഫീസ് പ്രതിപക്ഷ നേതാവ് നഗരസഭ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് BJP ഉപരോധിച്ചത്. അതിന് പിന്നാലെയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ സമരവുമായി എത്തിയത്. യൂത്ത് ലീഗ് പ്രവർത്തകരുടെ സമരം കഴിഞ്ഞതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി എത്തിയത്. ബാരിക്കേഡ് തള്ളി മാറ്റി അകത്ത് കയറാൻ ശ്രമിച്ചു, ബാരിക്കേഡ് തള്ളി നീക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് പോലീസ് പ്രവർത്തകർക്കെതിരെ പലതവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ഇതിനെതിരെ ഒരു വിഭാഗം പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് അകത്ത് കയറിയതോടുകൂടി പോലീസ് പിന്നെ ലാത്തിച്ചാർജിലേക്ക് കടക്കുകയായിരുന്നു. പോലീസ് കുറേ പ്രവർത്തകരെ അടിച്ചോടിച്ചു. പിറകിലെ ഗേറ്റ് വഴിയും പ്രവർത്തകർ ഇറങ്ങിയോടി. മറ്റുള്ളവരും സംഘടിച്ച് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൻ്റെ മുന്നിലേക്ക് എത്തിയതോടുകൂടി പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടലായി. ചിതറിയോടിയ ഒരു വിഭാഗം പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു, ചെറിപ്പെറിഞ്ഞു. പിന്നെ പോലീസ് വീണ്ടും ശക്തമായ ലാത്തിചാർജ് തുടങ്ങി. ഒടുവിൽ പ്രവർത്തകർ തന്നെ സംഘടിതമായി അവിടെ നിന്ന് മുദ്രാവാക്യം വിളികളുമായി ഞാനിപ്പോൾ നിൽക്കുന്ന പാളയം രക്സാക്ഷി മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ശക്തമായ സമരം തുടരും എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. അതോടൊപ്പം തന്നെ സമരവുമായി മുന്നോട്ട് പോകാനാണ് BJPയുടെ തീരുമാനമെന്ന് BJP കൗൺസിലർമാരും പറയുന്നു. ചുരുക്കത്തിൽ പ്രതിപക്ഷ സംഘടനകളെല്ലാം ശക്തമായ സമരം മുന്നോട്ട് വെക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം വീണ്ടും സജീവ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ജോയിയുടെ മരണത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ. ശ്രുതി. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.